ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme GT2 എന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. GT2 വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 എന്നുള്ള 5nm പ്രൊസസ്സറാണ്. 5G സപ്പോർട്ടുള്ള ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 888. ഒക്ടാക്കോ CPU ആണ് ഈ ഒരു പ്രൊസസ്സറിൽ വരുന്നത്. അതുപോലെ ഗ്രാഫിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ GPU യൂണിറ്റ് വരുന്നത് Adreno 660 ആണ്. Realme GT2ൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള E4 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. E4 AMOLED ഡിസ്പ്ലേ സാംസങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സൈസ് വരുന്നത് 16.8 cm അഥവാ 6.62 inches ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കുകയാണെങ്കിൽ 92.6% ആണ് വരുന്നത്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ പോകുമ്പോഴും നമുക്ക് വിസിബിലിറ്റിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 5:1 ആണ് വരുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് റേഷ്യോ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ Gorilla 5 ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ HDR10 സപ്പോർട്ടും ഉണ്ട്. പ്രീമിയം സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോൺസിലാണ് നോർമലി ഇപ്പം HDR10 സപ്പോർട്ട് കാണുന്നത്. റിയൽമിയുടെ സ്വന്തം ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയായ സൂപ്പർ ഡാറ്റ് ചാർജിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ബാറ്ററിയുടെ കേസ് നോക്കുകയാണെങ്കിൽ Realme GT2 വരുന്നത് 5000 mAh ഒരു മാസീവ് ബാറ്ററിയാണ്. 2500 2 സെൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ച് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ 33 മിനിറ്റ് കൊണ്ട് നമുക്ക് 100% ചാർജ് ആക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും ബോക്സിൽ നിന്ന് ചാർജിങ് അഡാപ്റ്റർ എടുത്ത് കളയാണ് ചെയ്യാറ്. പക്ഷേ റിയൽമി നമുക്ക് 10 wattsൻ്റെ 6.5 ആംപിയറിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് Type-C USB പോർട്ടാണ്. ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇതിൻ്റെ പ്രൈമറി സെൻസർ വരുന്നത് സോണിയുടെ IMX766 എന്നുള്ള 50 MP ഒരു സെൻസറാണ്. ഈ പ്രൈമറി ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 84.4 ഡിഗ്രിയാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പർച്ചർ വാല്യൂ നോക്കുകയാണെങ്കിൽ 1.8 ആണ് വരുന്നത്. രണ്ടാമതായിട്ട് 8 MP ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് വരുന്നത്. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ വരുന്നത് 2.2 ആണ്. അതുപോലെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. നമ്മൾ ഫോക്കൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ 15.7 mm ആണ് ഈ ഒരു വൈഡ് ആംഗിൾ സെൻസറിന് വരുന്നത്. മൂന്നാമതായിട്ട് 4 cm ഒരു മാക്രോ സെൻസറാണ് വരുന്നത്. അതിൻ്റെ അപ്പർച്ചർ വാല്യൂ 2.4 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ സൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ പൾപ്പ് വെച്ചിട്ടാണ്. പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ടെക്സ്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പം ഗ്രിപ്പ് ചെയ്യാൻ ഈസിയാണ്, സ്ലിപ്പായി പോകത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോഡൽ വൈറ്റ് കളർ ആയതുകൊണ്ടും ഇതിലിങ്ങനെ ഒരു ടെക്സ്ചർ ഉള്ളതുകൊണ്ടും ചിലപ്പം അഴുക്കാകാൻ ചാൻസ് ഉണ്ട് ഈ വൈറ്റ് കളറിൽ. പക്ഷേ നമുക്ക് ബോക്സിനകത്ത് തന്നെ കമ്പനി നമുക്കൊരു സിലിക്കോൺ കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി സിലിക്കോൺ കേസാണ് കമ്പനി നമുക്ക് ബോക്സിന് കൊടുത്തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസിൻ്റെ പുറകിൽ നമുക്ക് റിയൽമിയുടെ ബ്രാൻഡിങ് വരുന്നുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് ഈ കേസ് വരുന്നത് ഒരു മാറ്റ് ഫിനിഷിലാണ്. അതുപോലെ റിയൽമിയുടെ ഒരു ലെറ്ററിങ് ഒരു ബ്രാൻഡിങ് വരുന്നത് ഗ്ലോസി ഫിനിഷിലാണ്. സോ നല്ലൊരു ലുക്കാണ് ഈ ഒരു കേസിന്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോഴും നമുക്ക് റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കാണാം. ഒരു ക്രോം ഫിനിഷിലാണ് നമുക്ക് ഈ റിയൽമിയുടെ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനറിൻ്റെ സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ട്. നാറ്റോ ഫുക്കസാവ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ഡിസൈനറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ അഥവാ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ഒരു സൈഡിലായിട്ട് ഒരു പഞ്ച് ഹോൾ ടൈപ്പ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. സോണിയുടെ IMX471 16 MP ഒരു സെൻസറാണ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 78 ഡിഗ്രിയാണ്. അതുപോലെ അപ്പർച്ചർ വാല്യൂ വരുന്നത് 2.5 ആണ്. ഈ ഒരു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 720 പിക്സലിൻ്റെ വീഡിയോ 30 frames per second എടുക്കാം. അതുപോലെ തന്നെ ഫുൾ HD 1080 പിക്സലിൻ്റെ വീഡിയോയും 30 frames per second എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 2 RAM വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. 8 GB അതുപോലെ തന്നെ 12 GB. സ്റ്റോറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 128 GB സ്റ്റോറേജിൻ്റെ വേർഷനും ഉണ്ട്. അതുപോലെ തന്നെ 256 GB സ്റ്റോറേജ് വേരിയൻറ്റും ഉണ്ട്. GT2ൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 162.9 mm ആണ് ലെങ്ത് വരുന്നത്. അതുപോലെ വിഡ്ത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 75.8 mm ആണ് വരുന്നത്. തിക്നെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8.6 mm മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. Realme GT2 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പേപ്പർ വൈറ്റ്, പേപ്പർ ഗ്രീൻ, പിന്നെ സ്റ്റീൽ ബ്ലാക്ക്. ഇതിൽ പേപ്പർ വൈറ്റിൻ്റെയും പേപ്പർ ഗ്രീനിൻ്റെയും റിയർ സൈഡ് പേപ്പർ പൾപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റീൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മോഡലിൻ്റെ റിയർ സൈഡ് മെറ്റലാണ്. പേപ്പർ വൈറ്റിൻ്റെയും പേപ്പർ ഗ്രീനിൻ്റെയും വെയിറ്റ് നോക്കുകയാണെങ്കിൽ 194.5 grams മാത്രമാണ് വെയിറ്റ് വരുന്നത്. പക്ഷേ സ്റ്റീൽ ബ്ലാക്കിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 199.8 grams ആണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോഡിക്ക് ചുറ്റുമായിട്ട് 11 ആൻറ്റിനാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സിഗ്നൽ റിസപ്ഷൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് Realme GT2.
കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G മോഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ വരുന്നത് 5.2 ആണ്. നാവിഗേഷൻ സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ GPS വരുന്നുണ്ട്, ഗ്ലോനാസ് വരുന്നുണ്ട്, ബെയ്ഡോ വരുന്നുണ്ട്, ഗലീലിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ QCSS എന്ന് പറഞ്ഞ സെൻസറും ഇതിനകത്ത് വരുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷനും GT2-നുണ്ട്. അതുകൂടാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ വോയിസസ് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡ്യുവൽ മൈക്ക് നോയ്സ് ക്യാൻസലേഷൻ സെറ്റപ്പാണ് വരുന്നത്. സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മാഗ്നറ്റിക് സെൻസർ ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, ലൈറ്റ് സെൻസർ ഉണ്ട്, കളർ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, NFC ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, ഗൈറോസ്കോപ്പ് ഉണ്ട്, ആക്സിലറോമീറ്ററും ഉണ്ട്. Realme GT2-ൽ കുറേ ഫോട്ടോഗ്രാഫിക് മോഡ്സ് വരുന്നുണ്ട്. നൈറ്റ് മോഡ് വരുന്നുണ്ട്, സ്റ്റാറി മോഡ് വരുന്നുണ്ട്, സിറ്റി മോഡ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. അങ്ങനെ കുറേ മോഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഒന്നും ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, കുറച്ചൊക്കെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എഡ്ജ് ഡിറ്റക്ഷനും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസുമാണ് പോർട്രേറ്റ് മോഡ് വെച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്രോ മോഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വീഡിയോ മോഡ് നോക്കുകയാണെങ്കിലും നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വീഡിയോസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ള ബാക്കിയുള്ള ഫോട്ടോഗ്രാഫി മോഡ്സും അതുപോലെ തന്നെ സാമ്പിൾ വീഡിയോസും സാമ്പിൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ Realme GT2-ന് 34,999 ആണ് പ്രൈസ് വരുന്നത്. ലോഞ്ച് ചെയ്ത ദിവസം നമുക്കിത് 30,000 റുപ്പീസിന് കിട്ടുമായിരുന്നു. റിയൽമിയുടെ സൈറ്റിൽ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് 5,000 റുപ്പീസ് ഓഫും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ SBI ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് 5,000 റുപ്പീസ് ഓഫും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓഫറില്ല. ഇപ്പോൾ നമുക്ക് GT2 വാങ്ങണമെന്നുണ്ടെങ്കിൽ 34,999 സ്പെൻഡ് ചെയ്യണം. റിയൽമിയുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങൾക്ക് GT2 വാങ്ങാവുന്നതാണ്. 35,000 റുപ്പീസിന് നല്ലൊരു കിടലൻ സ്മാർട്ട് ഫോണാണ് Realme GT2. സ്നാപ്ഡ്രാഗൺ 888 വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്, പിന്നെ അതുപോലെ നല്ലൊരു കിഡിലൻ ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ചാർജിങ് അഡാപ്റ്ററും വരുന്നുണ്ട്. അതും വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.